എന്താലേ നല്ലൊരു പ്രസംഗം പ്രസംഗിക്കണ ഹദീസ് ഓതിയാണ്ട് നല്ല രൂപത്തിൽ പ്രസംഗിക്കണ ഒരു മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് കുരുവട്ടൂരിലെ ആലയത്തിൽ ഇങ്ങോട്ട് കെട്ടിയിട്ട് പിന്നെ എന്ത് ഉള്ള സുന്നത്ത് ജമാഅത്തൊക്കെ കളഞ്ഞ് രാവിലെ പറഞ്ഞ ഉച്ചക്ക് പറയില്ല, ഉച്ചക്ക് പറഞ്ഞ വൈകുന്നേരം പറയില്ല, വൈകുന്നേരം പറഞ്ഞ കിടക്കുമ്പോൾ പറയില്ല, അക്കോലത്തിലായി ചങ്ങായി. ഒക്കെയാണ് നിങ്ങൾ പഴയൊരു പ്രസംഗം അടിപൊളിയായിട്ട് പ്രസംഗിക്കണില്ലേ. എന്തോരു നല്ല പ്രസംഗം. ഇതുപോലെ പ്രസംഗിക്കാൻ വയ്ക്കണ ആളെന്ത് ചെയ്തു? ആകെ സുന്നത്ത് ജമാഅത്തിനെ നാശാക്കാന്നല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ആണ് കരിവാരി തേക്കണത്. ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു പ്രസംഗം ഒന്ന് കേൾക്കാൻ വേണ്ടി കണ്ടു വിട്ടതാ. മുത്തുനബി പറയുകയാണ്, എന്റെ ശേഷം സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ ശേഷം വരും സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ഒരു വിഭാഗം വരും. അവരോട് നിങ്ങൾ കൂടിയിരിക്കരുത്. മുഹമ്മദ് റസൂലുള്ളാഹി അവരോട് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കരുത്. മുഹമ്മദ് റസൂലുള്ളാഹി വലാ തുസാരിബൂഹും അവരെ കൂടെ ഇരുന്ന് നിങ്ങൾ വെള്ളം കുടിക്കരുത്. മുഹമ്മദ് റസൂലുള്ളാഹി വലാ തുനാകിഹൂഹും നിങ്ങൾ അവരോട് വൈവാഹിക ബന്ധം നടത്തരുത്. മുഹമ്മദ് റസൂലുള്ളാഹി വലാ തുസല്ലൂ മഅഹും അവരെ കൂടെ ജമാഅത്തിൽ കൂടി നിസ്കരിക്കരുത്. മുഹമ്മദ് റസൂലുള്ളാഹി കഴിഞ്ഞില്ല. വലാ തുസല്ലൂ അലൈഹിം അവർ മരിച്ചാൽ അവരുടെ മേലിൽ മയ്യത്ത് നിസ്കരിക്കരുതെന്ന് ഏറ്റവും വലിയ തങ്ങളായ മുഹമ്മദ് റസൂലുള്ളാഹി ആ മുത്തുനബിയിൽ നിന്ന് ദീൻ പഠിച്ച സാദാതീങ്ങളുടെ നേതാവായ തങ്ങളുടെ കിതാബാണ് എന്റെ കയ്യിൽ, കിതാബുൽ ഉംല. ആ കിതാബുൽ ഉംലയിലും മഹാൻ എഴുതുന്നു, ഫഅലൽ മുഅ്മിനീൻ ഷാഫി മദ്ഹബുകാരിൽ നിന്നല്ല, ഹനഫി മദ്ഹബുകാരിൽ നിന്നല്ല. പല ചർച്ച. എന്താ ചർച്ച? ശാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര വിഷയം, കർമ്മശാസ്ത്രം എടുത്ത് വഹാബിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോന്ന് 10,000 കുതിരശക്തിയോട് ഞങ്ങൾ പറയുന്നു. ശാഫിഈ കർമ്മശാസ്ത്രമല്ല, 4 മദ്ഹബിലെ കർമ്മശാസ്ത്രവും വെച്ച് വഹാബിക്ക് മയ്യത്ത് നിസ്കരിക്കൽ കടുത്ത തെറ്റാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നേരിട്ട് വരണം. നേരിട്ട് വന്നൊരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ കിതാബുമായി ഞങ്ങൾ വരാം. എന്താ കാരണം അറിയോ? ഇതിന് മദ്ഹബിന്റെ ഒരു വിഷയവുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം പറഞ്ഞപ്പോ അല്ലാമ അബ്ദുൽ ഖാദിർ ജീലാനി മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ അവർ പറഞ്ഞ വാക്ക് ഫഅലൽ മുഅ്മിനീൻ, മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നിർബന്ധമാണ് ഇത്തിബാഉസ് സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിനോട് പിൻപറ്റണം എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയുകയാണ്, അവരോട് ബന്ധം പാടില്ല, അവർക്ക് വർധനമുണ്ടാകുന്ന പ്രവർത്തനം ചെയ്യരുത്. അവർക്ക് സലാം പറയരുത്. ഒക്കെ എണ്ണീട്ട് മഹാൻ പറയുന്നു, അവർ മരിച്ചാൽ അവർക്ക് നിസ്കരിക്കാൻ പാടില്ലെന്ന് ഏറ്റവും വലിയ തങ്ങളായ മഹാനായ ഒരു കിതാബ്. ഈ കിതാബ് ഹൻബലി മദ്ഹബാണെന്നാണ് പോലും ചിലർ പറയുന്നത്. ആ വാദം വരാൻ സാധ്യതയുള്ളത് കൊണ്ടാകണം ശാഫിഈ മദ്ഹബിലെ രാജാവായ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി അവർ കിതാബ് എഴുതി, അസ്സവാഇഖുൽ മുഹരിഖ, വഹാബി ജമാഅത്തെ ഇസ്ലാമിനെതിരെ എഴുതിയ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഔത്തുല്ലാഹുവിന്റെ വാക്ക് എടുത്തു കൊടുത്തുകൊണ്ട് പറയുന്നു, ഒരു വഹാബിയുടെ നേരിലും നിസ്കരിക്കാൻ പാടില്ല. ഇബ്നു ഹജറിനെക്കാൾ വലിയൊരു ഫഖീഹുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണേണ്ടതുണ്ട്. മഹാനരായ ഇ.കെ. ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, ഇ.കെ. ഉസ്താദിനോട് വഹാബികളോടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോ അവർ കൊടുത്ത ഫത്വ വഹാബിക്ക് നിസ്കരിക്കാൻ പാടില്ല എന്നതിന് തെളിവായി ഉദ്ധരിച്ചത് ലോകനേതാവായ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇ.കെ. ഉസ്താദിനേക്കാൾ വലിയ ഫഖീഹ് ഉണ്ടെങ്കിൽ അതൊന്ന് കാണേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ആരും ചെയ്യരുത്. അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം.
നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല. SSFന്റെ മുൻ പ്രസിഡന്റായിരുന്ന ജലീൽ സഖാഫി കടലുണ്ടി എന്ന ആൾ, അദ്ദേഹത്തിന്റെ പിതാവ് കടുത്ത വഹാബിയായിരിക്കെ അയാൾ മരിച്ചപ്പോ വഹാബി പള്ളിയിൽ പോയി അയാൾ നിസ്കരിച്ചപ്പോ അത് ശരിയല്ലെന്ന് അയാളെ നാട്ടിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളിത് തീർത്തു പറയുന്നത് ഇതിനൊരു പക്ഷപാതവുമില്ല. ചന്ദ്രികാ പത്രം കണ്ടപ്പോ മുസ്ലിമീങ്ങളൊക്കെയും വേദനിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ വലിയ ഫോട്ടോ കൊടുത്തത് അതാ പെരുവള്ളി മുഹമ്മദ് മൗലവിയുടെ മയ്യത്ത് നിസ്കാരത്തിന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്നു. കഴിഞ്ഞില്ല, അതേ ചന്ദ്രികയിൽ തന്നെ നിങ്ങൾക്ക് കാണാം വലിയ ലേഖനം, കരുവള്ളി ചരിത്രത്തിൽ പ്രത്യേകം എഴുതേണ്ട പേര്. ചരിത്രത്തിൽ ഇത്ര ദുഷിച്ച ആളില്ല എന്നല്ലേ പറയേണ്ടത് പെങ്ങള്. എന്നിട്ട് ഒരു നൂറ്റാണ്ട് ജീവിച്ച മൗലവിയുടെ ആയുസ്സിൽ മുക്കാലും സമുദായത്തിന് വേണ്ടി സമർപ്പിച്ചതാണെന്ന് ആരാ എഴുതിയത്? മഹാനായ പാണക്കാട് എന്ന് ഞാൻ പറയുന്നു. ആ വാദം വെറുപ്പിച്ച അപകടമാണ്, അബദ്ധമാണത്. ഇതിന്റെ വിഷയം എവിടെയാ? നിങ്ങള് ആളുകൾ ന്യായീകരിക്കുന്ന രൂപം എങ്ങനെ അറിയോ? ഒരു ജൂതനായ ആളുടെ മയ്യത്ത് കൊണ്ടുപോയപ്പോ ആളുകൾ പറയാണ്, യഹൂദിയുടെ മയ്യത്ത് കൊണ്ടുപോയപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നു. അവൻ ജൂതന്റെ മയ്യത്തിനെ പോലും ബഹുമാനിക്കണമെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്? ഞാൻ പറയുന്നു, ജൂതന്റെ മയ്യത്ത് കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്, വലാ തുസല്ലു അലൈഹി, കുറ്റവാളികൾ മരിച്ചാൽ അവർക്ക് മേൽ നിസ്കരിക്കരുത്. കാര്യം എന്താ? നിങ്ങള് ഹൈദരലി തങ്ങളോ അല്ലെങ്കിൽ ജലീൽ സഖാഫിയോ ഏതാളായാലും ഒരു വഹാബി, ഒരു അമുസ്ലിം സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരൻ അവരുടെ ഈ ജനാസ അല്ലെങ്കിൽ അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്താൽ അത് എതിർക്കപ്പെടേണ്ടതല്ല. കാരണം ഒരിക്കലും അവർ പങ്കെടുത്തു എന്ന ധാരണയുണ്ടോ? അതുകൊണ്ടാണ് അത് ശക്തമായി പറഞ്ഞത്. അതുകൊണ്ട് ഇടത്തും വലത്തും നോക്കാതെ ആരോടും ഒരു ബന്ധവും ഇതിലില്ലാതെ ഞങ്ങൾ തുറന്നു പറയുന്നു, വഹാബിയോട് ഈ രൂപത്തിലുള്ള മമത ആരെ കാണിച്ചാലും അത് അബദ്ധമാണ്, തിരുത്തേണ്ടതാണ്. ഈ ഉമ്മത്തിന്റെ നശീകരണത്തിന് മാത്രമേ അത്തരം പ്രവർത്തനം. ഞങ്ങൾ ഒന്നുകൂടി അവിടെ പറയുന്നു, പ്രിയപ്പെട്ട തങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങൾ ആളുകളല്ല. പക്ഷേ ഈ ബന്ധം തുടർന്നാൽ വഹാബി തീവ്രവാദത്തിലൂടെ നശിക്കുമ്പോ നിങ്ങളും നിങ്ങളുടെ പ്രസ്ഥാനമടക്കം കൂട്ടത്തിൽ നശിക്കുമെന്ന് വളരെ വിനയത്തോടെ ഉപദേശിക്കുകയില്ല, ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا